നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? സുഖം അത്രയ്ക്ക് നല്ലതല്ലെന്ന് എനിക്കറിയാം. ഭയങ്കര മഴയല്ലേ ഇപ്പം. നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വലയ്ക്കുന്ന രീതിയിലാണ് ഇത്തവണത്തെ മഴ. നമ്മളൊന്ന് പ്രതീക്ഷിച്ചോ, ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ചൂടെന്ന്. ഇനി ഞാൻ മഴക്കഥയൊക്കെ നിർത്തിയിട്ട് രാവിലെ എൻ്റെ ഈ ഡ്യൂട്ടികളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. രാവിലെ എണീറ്റ് എല്ലാ വീടുകളിലും ഉള്ള സ്ഥിരം പരിപാടിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ. ഓഫീസിൽ പോകുന്നവർക്ക് കെട്ടണം, അതുപോലെ സ്കൂളിൽ പോകുന്നവർക്ക് കെട്ടണം, നമുക്ക് സ്വയം റെഡിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ റെഡിയാക്കണം. എൻ്റെ അമ്മ ഒരു ഒന്നൊന്നര ജോലിയാണിത്. സത്യത്തിൽ ഉണ്ടാക്കുന്നതല്ല പ്രശ്നം. ഇങ്ങനെ പല പാത്രങ്ങളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്, എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. അത് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും നമ്മൾ എടുത്ത് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ അവരത് എടുത്തുകൊണ്ട് പോകില്ലെന്നുള്ളത് വളരെ പരമാർത്ഥം. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സമയം പോകുന്നത്. രാവിലെ നമുക്ക് റെഡിയായി പോകേണ്ടതുള്ളതല്ലേ അത്. അങ്ങനെ അതോ നമ്മളിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഒരു സാധനം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതും അവർക്ക് പരാതിയാണ്. അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതും അവർക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചപ്പാത്തിയും ചെറുപയറിൻ്റെ പരിപ്പ് കറി, നല്ല നെയ്യിട്ടൊക്കെ താളിച്ചിട്ടുള്ള പരിപ്പ് കറി. നമ്മളെ സൂപ്പറാട്ടോ. ചപ്പാത്തിക്ക് കഴിക്കാനും ചോറിന് കഴിക്കാനും നല്ല സൂപ്പറാണ്. അതാണ് ചപ്പാത്തിയും ചെറുപയറിൻ്റെ കറിയും. പിന്നെ ഇതാണ് കുക്കുംബറും കൂടെ കട്ട് ചെയ്ത് ഒക്കെ ആയിട്ടാണ് ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മോർണിംഗിൽ തന്നെ അവൻ പറയണത് രാവിലെ വെജിറ്റബിൾ കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇപ്പോൾ വെജിറ്റബിളെല്ലാം രാവിലത്തേക്ക് മാറ്റി. അപ്പോൾ അധികം ചപ്പാത്തി ഒന്നും കൂടുതൽ വെക്കരുതെന്നൊക്കെ ഇങ്ങനെ നിർദ്ദേശമാണ്. അപ്പോൾ അതാണ് ഒരു മോഡറേറ്റായിട്ട് ചപ്പാത്തിയും നന്നായിട്ട് വെജിറ്റബിളും പിന്നെ എഗ്ഗിൻ്റെ യെല്ലോ കഴിക്കത്തില്ല. അതാണ്. അപ്പോൾ ഞാൻ ഉടായിപ്പോയി എല്ലോ ഒക്കെ മാറ്റിയിട്ട് ആ പച്ചക്കറിയിലങ്ങ് ആഡ് ചെയ്ത് വെക്കും. അങ്ങനെ ഞാൻ പറ്റിക്കും. മിക്കപ്പോഴും പറ്റിക്കലാണ് പരിപാടി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കിച്ചണൊന്ന് പോകുന്നതിന് മുമ്പ് വൃത്തിയാക്കി ഇടുന്നതെന്ന് വെച്ചാൽ ഒരു പണിയാണ് എൻ്റെ അമ്മ. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പം ഭ്രാന്ത് വിളിക്കും. രാവിലെ പോകുമ്പോൾ എല്ലാം കിച്ചണും സിങ്കും ഒക്കെ നീറ്റായിട്ട് ഇടണം.